ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇത്രയും കാലം വരാത്ത ഏട്ടത്തി ഇനി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏട്ടൻ കണ്ടത് വേറെ ആരെങ്കിലും ആയിരിക്കും. ഏട്ടത്തി ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടെന്ന് തന്നെ ആർക്കറിയാം? അത് നീയാണോ തീരുമാനിക്കുന്നത്? എത്ര കാലം കോമയിൽ തന്നെ കിടക്കുമെന്ന് പറയാൻ സാധിക്കില്ല. ചിലപ്പോ പെട്ടെന്ന് നോർമലാവും, അല്ലെങ്കിൽ മരണം വരെ ഇങ്ങനെ കിടന്നൊന്നും വരാം. ചിലപ്പോ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 2 ദിവസത്തിനകത്ത് എഴുന്നേറ്റും വരാം. പക്ഷേ ഒന്നിനൊരു ഉറപ്പില്ല. എനിവേ ഈ ട്രീറ്റ്മെന്റ് നമുക്ക് കുറച്ച് ദിവസം കൂടി നോക്കാം, അല്ലാതെ വേറെ വഴിയില്ല. ചേച്ചി, സച്ചി എവിടെ? അകത്തുണ്ട്, വായോ. ആ CA രാജീവ് ചതിച്ചില്ലായിരുന്നെങ്കിൽ അന്നേ നമ്മൾ ഒന്നിച്ചേനെ. അർച്ചന, താനിപ്പോ എവിടെയാ അർച്ചന? ആ ആശുപത്രിയിൽ നിന്ന് താൻ എങ്ങോട്ടാ പോയത്? അർച്ചന, നമ്മളെ ചതിച്ചന്റെ എല്ലാം ചേർത്ത് അയാൾക്ക് കിട്ടി. ഒന്ന് ചലിക്കാൻ പോലും പറ്റാതെ ബോധം നഷ്ടപ്പെട്ട അവസ്ഥയില് അയാളിപ്പോ ഹോസ്പിറ്റലിലാ. ദൈവം അയാളെ വെറുതെ വിട്ടില്ല. എന്താ ഇത്? അർച്ചനടുത്ത് വരാനായിരുന്നെങ്കിൽ എപ്പോഴും വരുമായിരുന്നു. ഏട്ടന്റെ ഈ കാത്തിരിപ്പ് കാണുമ്പോഴാ ഞങ്ങൾക്കെല്ലാം വിഷമം. വരും. എന്റെ അർച്ചന ഈ ചുറ്റുവട്ടത്ത് എവിടെയോ ഉണ്ട്. നമുക്കവളെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ അവളുണ്ട്. മോനെ, നീ ഇപ്പൊ അനുഭവിക്കുന്ന ഈ വിധി ലോകത്തൊരു ഭർത്താവിനും വരരുതെന്നാ ഈ അമ്മ ഇപ്പൊ പ്രാർത്ഥിക്കുന്നത്. ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത നിങ്ങളെ തമ്മിൽ വേർപിരിക്കാൻ ദൈവത്തിന് എങ്ങനെയാ തോന്നിയത്? ലോകത്തൊരു ഭർത്താവും ഭാര്യയ്ക്ക് വേണ്ടി ഇത്രയും കാത്തിരിക്കില്ല. അതെങ്ങനെ അമ്മേ? ഏട്ടനോട് പറഞ്ഞാൽ കേക്കണ്ടേ? ഇത്രയും കാലം വരാത്ത ഏട്ടത്തി ഇനി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏട്ടൻ കണ്ടത് വേറെ ആരെങ്കിലും ആയിരിക്കും. ഏട്ടത്തി ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടെന്ന് തന്നെ ആർക്കറിയാം?
അത് നീയാണോ തീരുമാനിക്കുന്നത്? നിനക്ക് എങ്ങനെ അത് പറയാൻ തോന്നി? എന്റെ അർച്ചന ജീവിച്ചിരിപ്പുണ്ടാവില്ലെന്ന്. നീ നീ ഇത്രയ്ക്ക് ദുഷ്ടനാണോടാ? ഏട്ടാ, അവള് ജീവിച്ചിരിപ്പില്ലെങ്കിൽ പിന്നെ ആ ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ കണ്ടത് വേറെ ആരെയാ? അത് അവള് തന്നെയാ. അവള് തന്നെയാ, എനിക്കറിയാം. എന്റെ അർച്ചന തന്നെയാ. എന്റെ ദൈവമേ, ഈ ലോകത്ത് സ്വന്തം ഭാര്യയെ ഇത്രയേറെ സ്നേഹിക്കുന്ന പുരുഷന്മാര് സച്ചിയെ പോലെ വേറെ ആരെങ്കിലും ഉണ്ടാവോ? ഇത്രയും നാള് കൂടെ ഇല്ലാതിരുന്നിട്ടും എത്ര മനോഹരായിട്ടാ ഇയാളെ സ്ത്രീയെ സ്നേഹിക്കുന്നത്. മോൻ ദേഷ്യപ്പെടെ വിഷമിക്കൊന്നും വേണ്ട. അവൻ നിന്റെ സങ്കടം കൊണ്ട് പറഞ്ഞല്ലേ. ഇനി ഏട്ടൻ അന്ന് കണ്ടത് അർച്ചനയുടെ തന്നെയാണെന്ന് ഇരിക്കട്ടെ. ഏട്ടൻ പറയുന്നത് സച്ചിയേട്ടാന്ന് വിളിച്ച് ഏടത്തി പിന്നാലെ വന്നോന്നല്ലേ? ആ അതെ, ഞാൻ അവളെ കണ്ടതാണല്ലോ. അവൾ എന്നെ വിളിച്ചതുകൊണ്ടാണല്ലോ ഞാൻ തിരിഞ്ഞു നോക്കിയതും അവളെ കണ്ടതും. അതൊക്കെ സമ്മതിച്ചു. ഏട്ടൻ എത്ര വലുതായിട്ടാ ഏട്ടത്തെ സ്നേഹിക്കുന്നെന്ന് ഏട്ടത്തിക്ക് നന്നായിട്ട് അറിയാം. ഒരേ ഒരു തവണ ഏട്ടനെ ഏട്ടത്തെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ ഏട്ടത്തെ ഏട്ടനെ അന്വേഷിച്ച് വരാത്തെ? നമുക്ക് ഏട്ടത്തെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ലെങ്കിലും സ്വന്തം ഭർത്താവിനെയും അമ്മയും സഹോദരങ്ങളെയൊക്കെ ഏട്ടത്തിക്ക് എങ്ങനെ മറക്കാൻ പറ്റും? നമ്മൾ അന്വേഷിച്ച് ഏട്ടത്തി വരാതിരിക്കോ? ഏട്ടാ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഏടത്തി വന്നേനെ. അവൾ ആരുടെങ്കിലും ബന്ധനത്തിലാണെങ്കിലോ? ആരോ അവളെ തടഞ്ഞു വെച്ചിരിക്കുക. എനിക്ക് ഉറപ്പാ, നമ്മുടെ കയ്യെത്തും ദൂരത്തിനടുത്ത് എവിടെയോ എന്റെ അർച്ചനയുണ്ട്. ആ തടവറയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ അവളിപ്പോഴും സങ്കടപ്പെടുകയായിരിക്കും. ഈശ്വര, ഇയാൾ എന്തൊരു മനുഷ്യനാ. ശരിക്കും അർച്ചന ഇപ്പൊ എവിടെയായിരിക്കും? എടാ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം കേവലം രണ്ട് ശരീരങ്ങൾ തമ്മിലുള്ളതല്ല. ആത്മാവിന്റെ ഉള്ളിൽ രണ്ട് പ്രാണനുകൾ തമ്മിൽ ചേർത്ത് വെച്ചതാ. അവളും ഞാനും രണ്ടല്ല, ഒന്നാണ്. എന്റെ ഉള്ളിൽ ഇപ്പോഴും തുടിക്കുന്ന പ്രാണൻ അത് ആരുടേതാണെന്നറിയോ? അത് അവളുടേതാ, എന്റെ അർച്ചനയുടേതാ.